ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംച. ശ്രീരൂപം സാഗ്രജാതായ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഭക്തിയിൽ നമുക്ക് എങ്ങനെ തീവ്രത വരുത്താൻ കഴിയും. അപ്പൊ ആ തീവ്രത വരുത്താൻ എങ്ങനെ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഭക്തി തീവ്രതയോടെ ആണോ, അല്ലെങ്കിൽ ഭക്തിയിൽ തീവ്രത വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ നമ്മൾ ഭക്തിയിൽ തീവ്രത വരുത്താൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, ലിമിറ്റഡ് റിസോഴ്സസിൽ, ലിമിറ്റഡ് ഉപാധിയിൽ നിന്നുകൊണ്ട് അൺലിമിറ്റഡ് കാര്യങ്ങൾ ചെയ്യണം. പ്രധാനമായിട്ടും അതിനകത്ത് സമയമാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ 24 മണിക്കൂർ പറയുന്നത് 54,000 സെക്കൻഡ് കണ്ടാണെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ ഭക്തിയിൽ ഉപയോഗപ്പെടുത്താം, അതിനെ അനുസരിച്ചാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം മുമ്പോട്ട് പോകുന്നത്. സമയത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ഒരിക്കലും നമുക്ക് ആധ്യാത്മിക പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് അകത്തോട്ട് പോകുന്നില്ല, പോയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ നാമജപം. നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം ഭക്തിയെ താങ്ങി നിർത്തിക്കുന്ന നാമജപമാണ്. അപ്പൊ നാമജപത്തിൽ നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ എന്നാലും മുഴുവൻ കാര്യങ്ങൾ പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സമയത്ത് നമ്മൾ ഭക്തി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, നോക്ക്, നമ്മുടെ ഭക്തിയിൽ തീവ്രത വരുത്തുക, തീവ്രത വരാൻ ആഗ്രഹിക്കുക, ഇത് രണ്ടും വ്യത്യസ്തമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന
തെറ്റെന്ന് പറഞ്ഞാൽ ഭക്തിയിൽ തീവ്രത വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം ക്ലിയർ അല്ല. നമുക്ക് ഈ ജന്മത്തിൽ എന്ത് വേണം എന്നുള്ളത് നമ്മൾ നിശ്ചയപ്പെടുത്തിയിട്ടില്ല. ഈ എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. എന്തിനാണ് നമുക്ക് ദീക്ഷ എടുത്തത്? ഓരോന്നിനും ഒരു ലക്ഷ്യം വേണം. എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? എന്തിനാണ് നമ്മൾ ജപിക്കുന്നത്? ഈവൻ എന്തിനാണ് നമ്മൾ പ്രസാദം എടുക്കുന്നത്? എന്തിനാണ് നമ്മുടെ അസോസിയേഷൻ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി ബോധം വേണം. എപ്പോ വരെ അതില്ല, അതുവരെ നമുക്ക് ഭക്തിയിൽ തീവ്രത വരില്ല. അപ്പൊ ഏത് സമയത്ത് നമ്മൾ ഭക്തിയിൽ തീവ്രത വരുത്തുന്നു, ആ സമയത്ത് നമ്മുടെ ഭക്തി തീവ്രമായിട്ട് മുമ്പോട്ട് പോകും. ഭക്തിയിൽ തീവ്രത വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. എന്ത് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നോ ആ കാര്യങ്ങൾ തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി. നമ്മൾ ജപിക്കുന്നുണ്ട്, നമ്മൾ ഭാഗവതം കേൾക്കുന്നുണ്ട്, നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ട്, നമ്മൾ സേവ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രസാദം കഴിക്കുന്നുണ്ട്, നമുക്ക് ഭക്തരുടെ അസോസിയേഷൻ ഉണ്ട്. ഇത്രയും മതി. ഇത് മാത്രം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയിൽ തീവ്രത വരുത്താൻ കഴിയും. പക്ഷെ അത് നമുക്ക് ലക്ഷ്യം വേണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി നമുക്ക് ചെയ്തേ പറ്റൂ. അത് നമ്മുടെ പരമമായ ധർമ്മമാണ്. സവൈ പുംസാം പരോ ധർമ്മോ ഏതോ ഭക്തി അധോക്ഷജേ. അധോക്ഷ ഭഗവാൻ. ഭഗവാന്റെ ഭക്തി അത് നമ്മളുടെ പരമമായ ധർമ്മമാണ്. നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷെ അത് മെക്കാനിക്കലാകാൻ പാടില്ല. ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. ആ ഭക്തി എങ്ങനെ ആയിരിക്കണം? അഹൈതുകി അപ്രതിഹത. ഒരു പ്രത്യേകിച്ച് നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ. അതായത് എനിക്ക് കൃഷ്ണഭക്തി ചെയ്തിട്ട് എനിക്ക് മോക്ഷം വേണം, അല്ലെങ്കിൽ എനിക്ക് ഭൗതികമായ ആഗ്രഹം സഫലീകരിക്കണം, അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ ഭഗവാന്റെ ശാശ്വതനായ അംശമാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണ സേവ ചെയ്ത് കൃഷ്ണ സേവയുടെ കൃഷ്ണ പ്രേമം എനിക്ക് വേണം. അതായിരിക്കും നമ്മുടെ മോട്ടിവേഷൻ. നോക്ക്, ജ്ഞാനിയും ബാക്കി യോഗിമാരും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ചെയ്യുന്ന ഭക്തി തെറ്റല്ല. പക്ഷെ അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ സ്വന്തം എനിക്ക് മോക്ഷം വേണം, എനിക്ക് ബ്രഹ്മജ്യോതി ലയിക്കണം, അല്ലെങ്കിൽ എനിക്ക് പരമാത്മാവ് ലയിക്കണം, അല്ലെങ്കിൽ എനിക്ക് വൈകുണ്ഠത്ത് പോകണം. ബ്രഹ്മ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം ഇതൊന്നുമല്ല. എനിക്ക് നിത്യമായിട്ട് ഭഗവാന്റെ സേവ ചെയ്യണം. ബിക്കോസ് ഐ ആം എ എറ്റർണൽ സെർവന്റ് ഓഫ് കൃഷ്ണ. ഞാൻ ശാശ്വതനായ സേവകനാണ്, സെർവന്റ് ആണ്. അതുകൊണ്ട് എനിക്ക് കൃഷ്ണ സേവ ചെയ്യണം. അതിന് ഏറ്റവും ഉത്തമമായി ഈ ഭൗതികമല്ല. കാരണം ഇവിടെ വാർദ്ധക്യം വരും, അസുഖം വരും, സമയക്കുറവ് വരും, പല പല പ്രശ്നങ്ങൾ വരും. വായിക്കാനിരിക്കുമ്പോൾ കറണ്ട് കാണത്തില്ല, കാലുവേന നടുവേന, ഇങ്ങനെ പലതുമുണ്ട്. അപ്പൊ അത് ആധ്യാത്മ ലോകത്തിലാണെങ്കിൽ അവിടെ മരണമില്ല, അസുഖമില്ല, പ്രായമില്ല, ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിത്യമായിട്ട് ഭഗവാന്റെ സേവ ചെയ്യാം. അപ്പൊ അവിടെ നമ്മളുടെ ഹേതു ക്ലിയർ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഭക്തിയിൽ തീവ്ര വരുത്താമാണ്. ഓക്കെ, ഇന്റൻഷൻ ആൻഡ് ഇന്റൻസിഫൈ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്റൻഷനും ഇന്റൻസിഫൈ. ഇന്റൻഷൻ ശരിയാണ്, പക്ഷെ ഇന്റൻസിറ്റി ഇല്ലെങ്കിലോ? അതുപോലെ തന്നെ ഇന്റൻസിറ്റി ഉണ്ട്, ഇന്റൻഷൻ ശരിയല്ലെങ്കിലോ? നോക്ക്, ഹിരണ്യകശിപുവിന്റെ ഇന്റൻസിറ്റി അത്രയും ആർക്കും ലോകത്തിൽ ഇന്ന് വരെ ഇന്റൻസിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്റൻഷൻ കുറവായിരുന്നു, വിഷ്ണുവിനെ കൊല്ലണം. പ്രഹ്ലാദ് മഹാരാജിന്റെ ഇന്റൻഷൻ ശരിയായിരുന്നു. ഹിരണ്യകശിപുവിന് അത്ര ഇന്റൻസിറ്റി ഇല്ലായിരുന്നു. നമുക്ക് പ്രഹ്ലാദിനെയും വേണം, ഹിരണ്യകശിപുവിനെ വേണം. ഹിരണ്യകശിപുവിന്റെ ഇന്റൻസിറ്റിയും പ്രഹ്ലാദിന്റെ ഇന്റൻഷനോട് എടുക്കുമ്പോഴേ നമ്മുടെ ഭക്തി മുമ്പോട്ട് പോകുള്ളൂ. ഹിരണ്യകശിപുവിന്റെ ഇന്റൻസിറ്റി എടുക്കണം പോലെ ഒറ്റക്കാലം തപസ്യാണെന്നല്ല അർത്ഥം. തീവ്രമായ ആഗ്രഹം. ഹിരണ്യകശിപുവിന് തീവ്രമായ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമരത്വം, അതായത് ഒരിക്കലും മരിക്കാൻ പാടില്ല, ഏറ്റവും ശക്തിമാനായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അയാൾ 1000 വർഷം, 1000 ദിവ്യവർഷം തപസ് ചെയ്തു. നമുക്ക് 27 മണിക്കൂർ, 2 മണിക്കൂറാണ് പ്രഭുപാദ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് നേടേണ്ടത് അതിനെക്കാട്ടിലും ഇത്തിരി വലുതാണ്. അപ്പോൾ ഇന്റൻഷൻ, പ്രഹ്ലാദ് മഹാരാജന്റെ ഇന്റൻഷൻ ടു റിമെമ്പർ കൃഷ്ണ ആൾവേസ്, എപ്പോഴും കൃഷ്ണനെ സ്മരിക്കുക, അല്ലെങ്കിൽ വിഷ്ണുവിനെ സ്മരിക്കുക. 27 മണിക്കൂർ അദ്ദേഹത്തിന് വിഷ്ണുവിനെ സ്മരിക്കുക കഴിഞ്ഞാൽ 24 മണിക്കൂർ വേണ്ട, 2 മണിക്കൂർ ജപിക്കാനിരിക്കുമ്പോഴെങ്കിലും ഭഗവാന്റെ സ്മരണം വരട്ടെ. വായിക്കാനിരിക്കുമ്പോഴെല്ലാം. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മുമ്പോട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് രണ്ടാമത്, ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ഭക്തി എന്ത്, അതുപോലെ ജപിക്കുന്നത്. ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജപത്തിനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആഡ് ചെയ്യാനിരിക്കുന്നത്. ജപം എന്ന് പറഞ്ഞത് ശബ്ദം, അല്ലെങ്കിൽ നമ്പർ ഓഫ് റൗണ്ട്സ് 14, 32, 62, 18, ഇതൊന്നുമല്ല. ജപം എന്ന് പറഞ്ഞ ആത്മസമർപ്പണം, ഭഗവാനെ വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്.
ഭഗവാൻ ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിൽ 26 ദിവസം ഉണ്ട്, യജ്ഞാന ജപോസ്മി, യാഗങ്ങളിൽ വെച്ചിട്ട് ഞാൻ നാമജപമാണെന്ന്. ഭഗവാൻ ഇഷ്ടപ്പെട്ട നാമജപം എന്ന് പറഞ്ഞ ഒരു യാഗമാണ്. യാഗത്തിൽ യാഗാചരണം എന്താണ്? ആഹൂതി കൊടുക്കുകയാണ്. ഓരോ നെയ്യ് അത് ഇതൊക്കെ ആഹൂതി കൊടുക്കുകയാണ്. നമ്മൾ ആ 2 മണിക്കൂർ ജപിക്കാതിരിക്കാൻ നമ്മൾ സ്വയം ഭഗവാൻ സമർപ്പിക്കണം. നമ്മുടെ ചേതന, നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത് എല്ലാം ഭഗവാൻ സമർപ്പിക്കണം. വേറെ ഒരു ചിന്തയും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ചിന്തകളുടെ വരുന്ന മനസ്സിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കണം. ഇത് ഞാൻ പറഞ്ഞ ഒരു ദിവസം കൊണ്ട് നടക്കുന്നില്ല, പക്ഷെ ശ്രമിച്ചാൽ നടക്കും. വളരെ സ്ലോ ആയിട്ടായിരിക്കും പ്രോസസ്. പക്ഷെ എവരി ഡേ ഇരിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങളൊക്കെ വീട്ടിലിരുന്നാൽ ജപിക്കുന്നത്. ഞാൻ അമ്പലത്തിലാണ്, ഞാൻ ഏർലി മോർണിംഗ് പോകുന്നത് കാരണം ഇതാണ്, നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ ജപിക്കാൻ പറ്റും. പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോൾ ബഹളമായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും. നിങ്ങൾ വീട്ടിലാണെങ്കിൽ എല്ലാവരോടും പറയാം, ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ജപിച്ചായിരിക്കും, എന്നെ ദൈവം ശല്യം ചെയ്തത്. റൂം അടച്ച് അകത്തിരിക്കുക, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇത് അടുപ്പിടെ പാല് വെച്ചിട്ട് ജപിക്കാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ നാമത്തിലായിരിക്കും, പാലിലായിരിക്കും. ഒരിക്കലും ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ സ്വയം ഭഗവാനെ സമർപ്പിക്കുക, ആത്മസമർപ്പണം. ആത്മ എന്ന് പറയാൻ സ്വയം, ആത്മഹത്യ അതല്ല, സ്വയഹത്യ. ആത്മസമർപ്പണം, ഭഗവാനെ നമ്മൾ സമർപ്പിക്കുകയാണ് സ്വയം. ഞാൻ ഇത്രയും കൂടുതൽ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന നാമജപമാണ്. അപ്പൊ ഈ 2 മണിക്കൂർ നമ്മൾ നാമജപത്തിന് ഇരിക്കുന്ന ഉടനെ നമ്മൾ നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കണം. 2, നാമജപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനുമായിട്ടുള്ള അസോസിയേഷനാണ്. കാരണം 1, നാമവും നാമിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാനേക്കാൾ പവർഫുൾ നാമമാണ്. പ്രഭു ശ്രീ റാം സമുദ്രത്തിലിട്ട കല്ലുകൾ താന്നുപോയി, പക്ഷെ റാം എഴുതിയ കല്ലുകൾ മുങ്ങിയില്ല. അപ്പൊ ആർക്കാണ് കൂടുതൽ ശക്തി? നാമത്തിനാണ്. നാരായണ ഒറ്റ വിളി വിളിച്ചപ്പോഴാണ് അജാമിൽ നിന്ന് രക്ഷ കിട്ടിയത്. പ്രഹ്ലാദ് നാമം ജപിച്ചപ്പോഴാണ് 6 മാസത്തിൽ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ധ്രുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നാമമാണ് നമ്മളെ ഗോലോക വൃന്ദാവനത്തിൽ കൊണ്ടുവന്ന്. ഭഗവാന്റെ ദർശനമല്ല. നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയിരുന്നു നാമം ജപിക്കാതെ, ഗുരുവായൂരിൽ പോയി തപസ്സിരുന്നു, ഗോലോക വൃന്ദാവനത്തിൽ എൻട്രി വേണേ നാമം. കാരണം നമ്മളുടെ അന്ധകരണത്തിന്റെ ശുദ്ധി നാമജപത്തിലാണ്. ശുദ്ധിയാകാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. വളരെ 1 2 റെയർ കേസുകൾ ഉണ്ടാകും. നമുക്കങ്ങനെ നമ്മളെ ആ കൂട്ടത്തിൽ പെടാൻ പറ്റത്തില്ല. അങ്ങനെ ചിലർക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഭഗവാന്റെ അഹേതുകി കൃപ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ നാമം ജപിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഭഗവാൻ വരുവാണ്. ഭഗവാന്റെ ശബ്ദ അവതാരമാണ് നാം. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മുടെ അടുക്കൽ ഭഗവാൻ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും വർത്താനം പറയാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ? മൊബൈൽ എടുക്കാൻ പറ്റുമോ? ഒന്ന് സങ്കല്പിക്കുക. സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെയായിരിക്കും? ഭഗവാനിലായിരിക്കും. ഇവിടെ നാമരൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെയായിരിക്കണം? നാമത്തിലായിരിക്കണം. ശബ്ദം ഈ കർണത്തിലൂടെ കയറി നമ്മുടെ അന്ധകരണത്തിൽ പോയി ഹൃദയ ശുദ്ധീകരണം നടത്തണം. അല്ലാതെ ഇതിലൂടെ പോയിട്ട് ഇതിലൂടെ പോകരുത്. ഇതിലൂടെ കയറി ഇതിലൂടെ പോകരുത്. ആർക്കെല്ലാം എവിടെല്ലാം ഭഗവാന്റെ കൃപ കിട്ടിയുള്ളൂ? നാമജപത്തിൽ കൂടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത്ര പ്രധാനമാണ് നാമം. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ വീട്ടിലോട്ട് ഒരാളിനെ വിളിച്ച് വരുത്തി ഇൻവൈറ്റ് ചെയ്തിട്ട് ആ സമയം നിങ്ങൾ TV ഓൺ ചെയ്തുകൊണ്ട് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചിരിക്കുക, ആ വ്യക്തി അപമാനിക്കല്ലേ? ഇവിടെ നമ്മൾ രാധാകൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് സേവ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭഗവാനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തോട് ഇൻവൈറ്റ് ചെയ്ത് ഭഗവാൻ നമ്മൾ അടുക്കൽ വരുമ്പം നമ്മൾ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് ഭഗവാനെ അപമാനിക്കല്ലേ? നാമജപത്തിലൂടെ ഭഗവാൻ വരും. പ്രഭാത് പറഞ്ഞത് നാമജപിക്കാൻ നാവിൻ തുമ്പിൽ ഭഗവാൻ നൃത്തം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത്രയൊന്നും നമ്മൾ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ അടുത്ത് വരുമെന്നെങ്കിലും ചിന്തിക്കാം. ഭക്തിയുടെ അടിസ്ഥാന തത്വം നാമജപമാണ്. ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കേണ്ട നാമജപമാണ്. ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമുണ്ടോ അതിൽ ഏറ്റവും പ്രാധാന്യം നാമത്തിന് കൊടുക്കുക. നിങ്ങളൊക്കെ മുതിർന്നവരാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, എന്നെക്കാൾ മുതിർന്നവരാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു ദിവസം തുടങ്ങുമ്പോൾ നാമജപം
നാമജപത്തിലൂടെ തുടങ്ങാം. നാമജപം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളതെല്ലാം. 1 മണിക്കൂർ ലേറ്റിട്ട് ആഹാരം കഴിച്ച ആരും മരിച്ചിട്ടില്ല ഇന്ന്. 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റിട്ടും ഇന്നുവരെ ആരും മരിച്ചിട്ടില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, അപ്പം വീട്ടിലെല്ലാവരും ഉറക്കമായിരിക്കും, സൈലന്റ് ആയിട്ട്. ഇത് എന്തുവാ 16 മാല കഴിക്കണേ, ആദ്യം 8 മാല, 8 മാല കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാക്കി പിന്നെ 4 മാല, പിന്നെ വൈകിട്ട് കിടക്കാൻ പോകുന്ന 4 മാല. ഭക്തിയുടെ തീവ്രതയല്ലത്. ആർക്കോ വേണ്ടി ചെയ്യുന്നു, എണ്ണം തികയ്ക്കുന്നു. സ്വയം സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്തുവാണ്? നമ്മൾ ഒരു അഗ്നിയിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നത് എന്റെ ശരീരം എനിക്ക് വേണ്ടാന്നുള്ളതല്ലേ. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? ത്യജിക്കുക. എന്ത് ത്യജിക്കുക? കുറച്ച് ഉറക്കം ത്യജിക്കുക, കുറെ ഫാൽത്തു ചീസ് ത്യജിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. സ്വയം എന്റെ സമയം, എന്റെ ആരോഗ്യം, എന്റെ ചിന്ത, എന്റെ ചിത്തം, എന്റെ മനസ്സ് എല്ലാം ഞാൻ ഭഗവാൻ സമർപ്പിക്കുന്നത്. വെറും 2 മണിക്കൂർ. ഇത്രയും നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ഭക്തിയില്ല മുമ്പോട്ട് എങ്ങനെ പോകാൻ കഴിയും? ഒരു പിന്നെ വേറുണ്ട് അവ്യക്ത കാലത്വം. അവ്യക്ത കാലത്വം എന്ന് പറഞ്ഞാൽ ഡോണ്ട് വേസ്റ്റ് അവർ ടൈം ഇൻ ഭക്തി. അതാണ് ഏറ്റവും വലിയ ഒരു പ്രിൻസിപ്പിൾ. ഭക്തിയിൽ തീവ്രത വരുത്തുന്ന ഏറ്റവും വലിയ ഒരു വാക്യമാണ് അവ്യക്ത കാലത്വം. നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ഭക്തിക്ക് വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ നമുക്ക് ഭക്തിയിൽ തീവ്രത വരുത്താൻ കഴിയില്ല. ആർക്കെല്ലാം ഭക്തിയിൽ തീവ്രത വരുത്താൻ ആഗ്രഹിക്കുന്നു അവർ നോക്കുക, 24 മണിക്കൂർ എത്ര മണിക്കൂർ ഞാൻ കൃഷ്ണനെ സേവിക്കുന്നു, കൃഷ്ണന്റെ അന്തരംഗ ശക്തിയെ സേവിക്കുന്നു, എത്ര സമയം മായയെ സേവിക്കുന്നു. ഏത് സമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ചല്ലാതെ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട, അത് ഭക്തരാകാം വേറെ എന്തെങ്കിലും ആകാം, അല്ലാതെ ചിന്തിക്കുന്നു, അതിൻ്റെ അർത്ഥം നമ്മൾ മായയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പൊ നമ്മളും സീരിയസ് ഭക്തന്മാര്, സിൻസിയർ ഭക്തന്മാർ, അല്ലെങ്കിൽ വളരെ സിൻസിയർ സീരിയസ് ഭക്തന്മാരുള്ള വ്യത്യാസം ഒരേ ഒരു വ്യത്യാസമാണ്. അവരുടെ സമയം അവർ യഥാരൂപം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നു, നമ്മൾ വിനിയോഗിക്കുന്നില്ല. ഏത് സിൻസിയർ ഭക്തരെ എടുത്ത് നോക്കിക്കോ, നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ ഏറ്റവും വലിയ കുറ്റബോധം അല്ലെ പറയേണ്ടത്, അവരുടെ 24 മണിക്കൂറിൽ അവർ കൂടുതൽ സമയം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെ ഭഗവത് കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ജപിക്കാനിരിക്കുന്ന 2 മണിക്കൂറിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ 22 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, ആരൊക്കെയായിട്ട് സംസർഗം പുലർത്തുന്നു, ഇതെല്ലാം ഈ 2 മണിക്കൂർ അറിയാൻ പറ്റും ജപിക്കാനിരിക്കുമ്പോൾ. വെളിയിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് ഉള്ളിമെടുത്തുള്ളി ഇല്ലാത്തതായിരിക്കും, പക്ഷെ ചേതനയോ? നമ്മൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുക, ഇടപഴകുക, കൂട്ടിടപെടുമ്പോൾ അവരുടെ ചേതന നമ്മുടെ ഉള്ളിൽ വരികയാണ്. രജോ ഗുണോ തമോ ഗുണോ കൂടുതലാണ് നമ്മുടെ ഉള്ളിൽ വരും. നമ്മുടെ ഉള്ളിലെ സത്വഗുണം അത്ര സ്ട്രോങ് അല്ല അവർക്ക് കൊടുക്കാൻ. നമ്മുടെ ഉള്ളിൽ സത്വഗുണം വീക്ക് ആയതുകൊണ്ട് അവരുടെ സ്ട്രോങ് ആയിട്ട് രജോഗുണം നമ്മുടെ ഉള്ളിൽ വരും. ടി വി കാണുന്നത്, ന്യൂസ് പേപ്പർ വായിക്കുക, കാരണം എല്ലാം നെഗറ്റീവ് ന്യൂസ് ആണ്, ഇതെല്ലാം ഉള്ളിൽ പോവാണ്. ജപം എന്ന് പറഞ്ഞ ഒരു ഇന്റർണൽ ക്ലീനിങ് ആണ്, നമ്മുടെ ഹൃദയത്തിനെ കടയുകയാണ്, ഇങ്ങനെ ഹൃദയത്തിനെ മന്ഥനം ചെയ്യുകയാണ്. പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം അമൃതമല്ല വന്നത്, ആദ്യം കിട്ടിയത് വിഷമാണ്. അതേപോലെയാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ജന്മാന്തരങ്ങൾ, കോടിക്കണക്കിന് ജന്മം കൊണ്ട് നമ്മളെ കൂട്ടി വെച്ചിരിക്കുന്ന ഭൗതികമായ ആസക്തിയെ കടഞ്ഞ് വെളിയിൽ കളയുകയാണ്. ആ വെളിയിൽ കളയുന്ന അവസ്ഥ വീട് വിട്ടാലോ? നിങ്ങൾ വീട് വൃത്തിയാക്കുന്നു, ആ വീട് വൃത്തിയാക്കുമ്പോൾ കുട്ടികൾ ഒരേ ദിവസം കൂടെ ചപ്പ ചവറിട്ടാൽ എന്തെങ്കിലും നമുക്ക് വൃത്തിയാക്കി തീർക്കാൻ പറ്റുമോ? ഇല്ല. അത് വൃത്തിയാകണമെങ്കിൽ ആ ഇടുന്ന ചപ്പൻ ചവറ് നിർത്തണം, അവിടെ നിൽക്കണം. ഒരു വശത്തൂടെ ക്ലീൻ ചെയ്ത ഒരു വശത്തൂടെ കുട്ടികൾ വൃത്തികളാക്കിക്കൊണ്ട് നിങ്ങളുടെ വീട് ഒരിക്കലും ശരിയായില്ല. അതേപോലെ നമ്മുടെ ഈ വീടാകുന്ന ഹൃദയത്തെ കടഞ്ഞ് ഹൃദയത്തിനുള്ളിലുള്ള അനർത്ഥങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളയാൻ വേണ്ടി നമ്മൾ ജാമം ജപിക്കുമ്പം നമ്മൾ ടി വിയുടെയും മൊബൈലിലൂടെയും അല്ലെങ്കിൽ വെളിയിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെയും അഭക്തരുടെ സംസർഗത്തിലൂടെയും വീണ്ടും വീണ്ടും അതിനകത്ത് മാലിന്യങ്ങൾ ഇട്ടാൽ ഒരിക്കലും നമുക്ക് ഭക്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാര്യം വൃത്തിയായിട്ട് വേണ്ട മുമ്പോട്ട് പോകേണ്ടത്, ഒരിക്കലും ശരിയായില്ല. അപ്പൊ 22 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് പറയുന്നു, എന്ത് കഴിക്കുന്നു,
ആരുടെ കേൾക്കിൽ സംസാരിക്കുന്നു, ഇതിന്റെ എല്ലാം പരിണിത ഫലം നമുക്ക് 2 മണിക്കൂറിൽ അറിയാൻ പറ്റും. നമ്മുടെ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്, ആൾക്കാരുടെ ഇടപെട്ടേ പറ്റൂ. പക്ഷെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മനസ്സുകൊണ്ട് വെക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കും. അടുത്ത വീട്ടിലെ ആന്റിയാണ് നിങ്ങളെ വിളിച്ചിട്ട് പറയൂ, നീ അറിഞ്ഞോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് കഥ അടച്ചിട്ട് പോകാൻ പറ്റുന്നില്ല, സോറി എന്ന് പറഞ്ഞിട്ട് കേൾക്കുക. ഈ ചെവി കൂടെ ഈ ചെവി കൂടെ വിടുക, ഉള്ളില് ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് കേൾക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന 24 മണിക്കൂർ നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചാൽ, നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, എന്ന് ഞാൻ ഈ സമയത്ത് നാമം ജപിക്കും, എന്ന് ഞാൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ഞാൻ ഭാഗവതം കേൾക്കും അല്ലെങ്കിൽ ഭാഗവതം വായിക്കും. ഇങ്ങനൊരു ടൈം ടേബിള്, ജപത്തിന് ടൈം വെക്കണം. 5 മണി മുതൽ 7 മണി വരെ ഞാൻ ജപിക്കും. ഭാഗവതം വായിക്കാനും കേൾക്കാൻ ചിലപ്പോൾ ടൈം പറ്റത്തില്ല എങ്കിൽ 30 മിനിറ്റ് ഞാൻ ദിവസവും വായിക്കും, 30 മിനിറ്റ് ഞാൻ കേൾക്കും. ഇല്ലാതെ ഉറങ്ങത്തില്ല എന്നൊരു ഒരു ദൃഢനിശ്ചയം ഉള്ളിൽ വരുത്തണം. തീവ്രമായ ആഗ്രഹവും ദൃഢമായ നിശ്ചയവും ഭക്തിയിൽ മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ദൃഢനിശ്ചയം എന്താണ്? ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കും, ഞാൻ ദിവസം 30 മിനിറ്റെങ്കിലും ഭാഗവതം കേൾക്കും, അല്ലെ 30 മിനിറ്റെങ്കിലും വായിക്കും, എന്നിട്ട് ഉറങ്ങും. ഇത് ദൃഢനിശ്ചയമാണ്. തീവ്രമായ ആഗ്രഹം എന്താണ്? എനിക്ക് ശുദ്ധ കൃഷ്ണഭക്തി വേണം, എനിക്ക് ഭക്തിയിൽ മുമ്പോട്ട് പോകണം, എനിക്ക് ഈ ജന്മം തന്നെ കൃഷ്ണപ്രാപ്തി വേണം. ഒപ്പം തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിൽ ഏറ്റവും പ്രധാനം മനസ്സിനാണ്. അതിന് കണ്ണിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇന്ന് പോലെ ആ മൊബൈൽ ആവശ്യമില്ലാത്തത് കാണത്തില്ല, അല്ലെ ആവശ്യമില്ലാത്തത് കേൾക്കത്തില്ല, TV കാണത്തില്ല, ഇതൊക്കെ നമുക്ക് പറ്റും, ആറാമശം പറ്റും. പക്ഷെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നു? ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേൾച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മനസ്സ് അതിന്റെ വഴിക്ക് പോകും. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അഭ്യാസേന കൗന്ദയ, അഭ്യാസം കൊണ്ട് മാത്രം പറ്റത്തുള്ളൂ. എന്താണ് അഭ്യാസം? മനസ്സിനെ പിടിച്ച് വലിച്ചു കൊട്ടിക്കൊണ്ടുവരിക. കുട്ടികളെ കണ്ടിട്ടില്ലേ, അമ്മമാര് ചോറൊക്കെ കൊടുക്കുമ്പോൾ കുട്ടി ഓടിപ്പോവും, പിന്നെ പിടിച്ചോണ്ട് വരും, ഓടിപ്പോവും, പിടിച്ചോണ്ട് വരും. കുറച്ച് കഴിയുമ്പോൾ കുട്ടി പിന്നെ പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കും. എത്ര പ്രാവശ്യം പിടിച്ചോണ്ട് കൊച്ചിന് മനസ്സിലാകും പോയിട്ട് രക്ഷയില്ല. കുട്ടികളുടെ സ്വഭാവമാണ്, മനസ്സിന് നിൽക്കത്തില്ല, ഓടും, പിടിച്ചുകൊണ്ട് വരണം, പിടിച്ചുകൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങള് അത് കേൾക്കുന്നത് കൃഷ്ണനെ കുറിച്ച് മാത്രം. ബാക്കിയുള്ള നമ്മൾ കേൾക്കും, പക്ഷെ നമ്മൾ ഉള്ളിൽ എടുക്കില്ല. അതിന് വീട്ടിലെ ഓരോ റൂമിലെ പലയിടത്തും നമുക്ക് കൃഷ്ണന്റെ ഫോട്ടോ വെക്കാം, പോകുമ്പോഴും കൃഷ്ണനെ കാണാം, സ്മരിക്കാം. ഭഗവത് പ്രസാദമല്ലാതെ ഞാനൊന്നും നാവിൽ വെക്കില്ല. എന്ത് വന്നാലും വെളിയില്ലാത്ത ആഹാരം ഞാൻ കഴിക്കത്തില്ല. ഏകാദശിക്ക് ഉപവാസിക്കുന്നില്ല, ഒരു സുപവാസം കഴിക്കാം. കഴിക്കേണ്ടി വന്നാൽ ഏത്തക്ക കഴിക്കാം, നാരങ്ങ വെള്ളം കുടിക്കാം. പാകം ചെയ്ത ഒരു ആഹാരം ഞാൻ വെളിയിലത്തെ കഴിക്കില്ല. കാരണം പാകത്തെ ചെയ്യുമ്പോഴാണ് ചേതന അതിനകത്ത് വരുന്നത്. ആര് പാചകം ചെയ്താൽ നമുക്ക് കണ്ടറിയാം, എന്ത് ചേതനയോടാണ് പാചകം ചെയ്ത് നമുക്ക് കണ്ടറിയാം. പ്രഭുപാദിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവ്യ ലീലയാണത്. അദ്ദേഹം ഒരു പുതിയ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ പ്രസാദത്തിലിരുന്ന് പ്രസാദം എടുത്ത് ഒരു കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ പ്രസാദം ഉണ്ടാക്കിയത് ആരാണ്? അപ്പൊ അവിടെ ആർക്കും, അന്ന് ആദ്യത്തെ സമയമല്ലേ, അന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രിയിൽ ആർക്കും ഇന്ത്യൻ പ്രസാദം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അന്നേരം പറഞ്ഞു, ഞങ്ങളൊരു കുക്കിനെ ഹയർ ചെയ്തിട്ടുണ്ട്, പുള്ളിയെ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞു, ഈ ഡസ് നോട്ട് പിന്നെ മദ്യം ഉപയോഗിക്കത്തില്ല, ഈ ചുവട്ടും ഒന്നും വയ്ക്കാത്ത വ്യക്തിയാണ്, മാംസാഹാരം ഒന്നും കഴിക്കാത്ത വ്യക്തിയാണ്. പ്രഭാവൻ ആയിരിക്കാം, പക്ഷെ ഈ പ്രസാദം, ഈ ഓഫറിങ് കൃഷ്ണൻ സ്വീകരിച്ചിട്ടില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, അറിയാവുന്നത് ഉണ്ടാക്കിക്കോ, പക്ഷെ ഒരു ഭക്തൻ മാത്രം കുക്ക് ചെയ്യാവുള്ളൂ ഭഗവാന് വേണ്ടിയിട്ട്, വേറെ അഭക്തരെ കൊണ്ട് കുക്ക് ചെയ്യിക്കരുത്, ഭഗവാൻ സ്വീകരിക്കില്ല. ഭഗവാൻ സ്വീകരിക്കാത്തത് നമ്മൾ എന്തിനു സ്വീകരിക്കണം? അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ചെവിയായാലും കാതുകളായാലും കണ്ണുകളായാലും ഭഗവാന് വേണ്ടി, ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭക്തിയിൽ തീവ്രത കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ സമയവും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ എല്ലാ ഉപാധികളെയും ഭഗവാന് വേണ്ടി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ഭക്തിയിൽ നമുക്ക് തീവ്രത വരുത്താൻ പറ്റൂ. അപ്പൊ ആലോചിക്കേണ്ട ഒരു സിമ്പിൾ ലോജിക്ക് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഭക്തിയിൽ തീവ്രത ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും കുറവ് കൊണ്ടല്ലേ തീവ്രത ഇല്ലാത്തത്? ഒന്ന് നമ്മുടെ സമയത്തിന് യൂസ് ചെയ്യുന്നില്ല ശരിക്കും, അല്ലെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മുടെ ഭക്തികൾ ചെയ്യുന്നില്ല, അല്ലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി അത് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്നെസ് വരും.
ജപത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും സമയത്തിനെ ശരിക്ക് ഉപയോഗിക്കുമ്പോഴും ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി മാക്സിമം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഭക്തിയിൽ ഓട്ടോമാറ്റിക് തീർന്നു വരും. അത് കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് നമ്മളൊക്കെ കൃഷ്ണാവബോധത്തിലാണ്, പക്ഷെ നമ്മുടെ ബോധത്തിൽ കൃഷ്ണനില്ല. നമ്മൾ കൃഷ്ണ കോൺഷ്യസിലാണ്. ഇന്റർനാഷണൽ ഫോർ കൃഷ്ണ കോൺഷ്യസിലെ ഒരു അംഗമാണ് നമ്മൾ. പക്ഷെ നമ്മുടെ കോൺഷ്യസിൽ നമ്മുടെ അവബോധത്തിൽ കൃഷ്ണനില്ല. ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഉണ്ടെന്ന്? എത്ര സമയം നമ്മൾ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? ഞാൻ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാന്ന് പറയുമ്പോൾ നാമം ജപിക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും ഭക്തോടെ ഇരിക്കുമ്പോഴല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന സമയത്ത്, കിടക്കുമ്പോൾ, ആഹാരം പാചകം ചെയ്യുമ്പോൾ, ചുമ്മാതെ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരെ കുറിച്ചാണ് വരുന്നത്? അയലത്ത് വീട്ടിലെ അവരെ കുറിച്ചാണോ അതോ ഭഗവാനെ കുറിച്ചാണോ? അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഭക്തിയിൽ നമ്മൾ നമ്മുടെ അവബോധത്തിൽ കൃഷ്ണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കൃഷ്ണ ഉണ്ടെങ്കിൽ ഭഗവാനെ സ്മരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, അപകട സമയത്ത്, വിഷമസന്ധിയിൽ, മാനസികമായി തകരുമ്പോൾ ആദ്യം വരുന്ന ആരുടെ മുഖമാണ്? ഏതെങ്കിലും ബന്ധത്തിലുള്ള അങ്കിളിന്റെ സുഹൃത്തിന്റെ ആണോ ഭഗവാന്റെ ആണോ? വരുന്നത് ഭഗവാന്റെ ആണെങ്കിൽ വിചാരിച്ചോണം, എന്റെ അവബോധത്തിൽ കൃഷ്ണൻ ഉണ്ട്, അല്പമെങ്കിലും ഉണ്ട്. കാലി സ്ലിപ്പായി പെട്ടെന്ന് വീഴാകുമ്പോൾ ആദ്യം അമ്മയെന്നാണോ വരുന്നത്, കൃഷ്ണ എന്നാണോ വരുന്നത്? അതിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ അവബോധത്തിൽ കൃഷ്ണനാണോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത്. നമുക്ക് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ മാറിയിട്ട് ഞാൻ ഭക്തി ചെയ്യാന്ന് വിചാരിച്ച ഒരിക്കലും നടക്കില്ല. കാരണം ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. ഒരസുഖം വരുമ്പോൾ വേറൊരു അസുഖം വരും. ഇപ്പൊ കാലുവേദനയാണ് എൻ്റെ, ഇപ്പോഴും ഇതുവരെ മാറിയിട്ടില്ല. ഇത് മാറിക്കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവെന്ന് പറയുമ്പോൾ വേറെ എന്തോ ഇപ്പൊ കണ്ണിന് വന്നു, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭക്തിയിലെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോ അല്ല. പലപ്പോഴും പറയണ്ട, അയ്യോ അങ്ങേര് സമ്മതിക്കത്തില്ല, അതെ മക്കള് സമ്മതിക്കത്തില്ല, മരുമക്കള് സമ്മതിക്കത്തില്ല. ഭക്തിയിലെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ സിറ്റുവേഷൻ, സാഹചര്യമല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല, നമ്മളുടെ അസുഖങ്ങളോ ഒന്നുമല്ല, നമ്മളുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ കുറവാണ്. നമ്മുടെ ഉള്ളിൽ ഭക്തി ചെയ്യണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് നമുക്ക് ഭക്തി ചെയ്യാൻ പറ്റും. ഏത് പ്രതിസന്ധി വന്നോട്ടെ, എന്റെ കൃഷ്ണപാദാശ്രയത്തിൽ നിന്ന് ഞാൻ എന്റെ മനസ്സിനെ വ്യതിചലിക്കില്ല എന്ന് വിചാരിച്ചാൽ ലോകത്തിൽ ഒരു ശക്തിക്കും, ഒരു വിഷമഘട്ടത്തിനും, ഒരു ഫൗണ്ടേഷനും നമ്മുടെ ഭക്തി എടുക്കാൻ പറ്റില്ല. ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, വീട്ടിൽ ഭർത്താവ് കത്തി കൊണ്ട് നിൽക്കുകയാണ്, ഞാൻ എന്റെ മനസ്സിൽ കൃഷ്ണൻ ജപിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും പറ? വെളിയിൽ പോകാൻ സമ്മതിക്കത്തില്ലായിരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാണ്, ഇതിനെ നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ജപിക്കാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഭാവതം വായിക്കാൻ സമ്മതിക്കില്ല, കേൾക്കാൻ ഒന്നും സമ്മതിക്കില്ല, വേണ്ട ആഹാരം പാചകം സമ്മതിക്കുമല്ലോ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കൃഷ്ണന്റെ ഏറ്റവും കൂടുതൽ മേഴ്സി അന്നേരമാണ് കിട്ടുന്നത്. നമുക്ക് സംഘർഷാവസ്ഥയിൽ ചെയ്യുന്ന ഭക്തിയുടെ തീവ്രത ഏറ്റവും വലിയ തീവ്രതയായിരിക്കും, ഏറ്റവും സ്ട്രോങ് തീവ്രതയായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഭക്തിയായിരിക്കും, തീവ്രമായ ഭക്തിയായിരിക്കും. ഏതവസ്ഥയിൽ? ജീവിതത്തിൽ സംഘർഷങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഭക്തരുടെ ജീവിതത്തിൽ ഭഗവാൻ പലപ്പോഴും സംഘർഷം തരുന്നത്. കാരണം അവൻ തീവ്രമായിട്ട് എന്നെ സ്മരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഭക്തിയിൽ പോകുമ്പോൾ ഈ പ്രശ്നം എന്തുകൊണ്ട് വന്നു, എന്റെ ജാപം ശരിയല്ലയോ, എന്റെ ഭക്തി ശരിയല്ലയോ, കൃഷ്ണൻ എന്നോട് ഹാപ്പി അല്ലയോ? അതിന് മനോഹരമായ ഉദാഹരണം എന്റെ മനസ്സിലെപ്പോഴും വരുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ എനിക്കൊന്ന്, ഈ ആടുകളെയും പശുക്കളെയൊക്കെ മേയ്ക്കാൻ പോകുന്ന ഒരു ആടോ പശുവോ വഴി തെറ്റുമ്പോൾ ചെറിയ കൊട്ടു കൊടുത്ത് ലൈനിൽ കൊണ്ടുവരുന്ന പോലെയാണ്. നമ്മുടെ ഭക്തിയുടെ തീവ്രത കുറയുമ്പോഴാണ് കൃഷ്ണൻ കൊട്ടുന്നത്. പലപ്പോഴും തോന്നുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്, ഞാൻ ജപിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ബട്ട് എന്റെ ഹൃദയ പരിവർത്തനം എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് കൃഷ്ണനോടുള്ള ആസക്തി കൂടുന്നുണ്ടോ, ഭൗതിക ആസക്തി കുറഞ്ഞുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ശരിയായ വഴിയിലാണെന്ന്. അതുപോലെ തന്നെ
നമ്മുടെ 24 മണിക്കൂറിൽ കൃഷ്ണനെ സംബന്ധിക്കാത്ത വിഷയങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും കഴിയുന്നതും. ഒരു ഉദാഹരണം പറയാം. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ ഇവിടെ മലയാളികളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്തൊരു മെസ്സേജ് വന്നു. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളുടെ ഓഫീസ്, അത് ആർട്ടിലറി സെന്റർ 4 കിലോമീറ്റർ. അവിടെ വൈകിട്ട് 9 മണി സമയത്ത് മുറ്റത്ത് ലൈറ്റ് ഇട്ടുകൊണ്ട് ഒരു പട്ടാളക്കാരന്റെ ഭാര്യ 2 വയസ്സുള്ള കൊച്ചിന് ചോറ് കൊടുക്കും. പുറകിൽ ഭർത്താവ് ഇരിപ്പുണ്ട്. ചോറ് കൊടുക്കുമ്പോൾ ഈ കുട്ടി അവിടെ ഇങ്ങനെ ഓടി നടന്നു. ചോറിക്കറിയാം, നമ്മൾ കൊച്ചുകൾ ചോറ് കൊടുക്കുമ്പോൾ അത് അങ്ങോട്ടൊന്ന് പോയി ഇങ്ങോട്ട് വരും. അങ്ങനെ ഇച്ചിരി ഡിസ്റ്റൻസ് ചെന്ന സമയത്ത് ഒരു മൈക്രോ സെക്കൻഡ് സമയത്ത് ഒരു പുള്ളിപ്പുലി വന്ന കൊച്ചിനെടുത്തോണ്ട് ഒറ്റച്ചാട്ടം പുറകോട്ട്. പുറകിൽ വനമാണ്, ചെറിയ വനമാണ്, വലിയ വനമല്ല, കാടും നദിയൊക്കെയാണ്. എല്ലാം കൂടെ ഒരു 3 സെക്കൻഡ് പോലും എടുത്തില്ല. തള്ള അലറി വിളിച്ച് ഭർത്താവ് പുറകിന് വേണ്ടി പുലി അപ്പോഴത്തേക്ക് ചെന്നു. 150 പട്ടാളക്കാരും ഫോറസ്റ്റ് ഗാർഡും ഡ്രോണും എല്ലാം കൂടെ രാത്രി മൊത്തം സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. രാവിലെ കുട്ടിയുടെ പകുതി ശരീരം കിട്ടി. വാട്സാപ്പിൽ മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ അവിടെ ഓഫീസിൽ ഒരാളെ വിളിച്ചു ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാണ്. അപ്പൊ രാവിലെ അമ്പലത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ജപിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ജപിക്കുമ്പോൾ ഒരുപാട് സമയം 8-9 മണിക്കൂർ, ഞാൻ 8 മണിക്കൂറോളം ജപിക്കുന്നത്. കാര്യം 8 മണിക്കൂർ ജപിക്കും. അപ്പൊ ആ സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നി ടെമ്പിൾ പ്രസിഡന്റ് പറയുന്ന കാര്യം, ഇവിടെ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ 4 കിലോമീറ്റർ ഉള്ള ഒരു പുലിക്ക് ഇവിടെ വരാൻ 15 മിനിറ്റ് അത് ഇവിടെ എത്തും. തൊട്ടപ്പുറത്ത് ചെറിയ നദിയുണ്ട്, അത് വെള്ളം കുടിക്കാൻ വരാം, ക്രോസ് ചെയ്യാൻ വരാം. അപ്പൊ രാത്രി ആരും ഒറ്റയ്ക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് എന്ന് പറയണം. എന്റെ മനസ്സിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ വൈകിട്ടാണ് സംസാരിക്കാൻ തോന്നി. പിന്നെ എനിക്ക് തോന്നി എന്തിന് വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ജവ ടൈം. പലപ്പോഴും അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ നോക്കണം, എന്റെ ഈ സമയം ഞാൻ എന്തിനു വേസ്റ്റ് ചെയ്യണം. നമ്മുടെ അറ്റൻഷൻ എല്ലാം പോവുകയാണ്, അവിടെ നിന്ന് നമ്മുടെ ചിത്തം എല്ലാം മാറുകയാണ്. ആ സമയം കഴിയുന്നതും പരിപൂർണമായിട്ട് നമുക്ക് 2 മണിക്കൂർ സുഖമായിട്ട് വരും. 2 മണിക്കൂർ ഞാൻ ജപിക്കുമ്പോൾ ഞാൻ ആരോടും സംസാരിക്കാറില്ല. അത് പക്ഷേ മംഗലാരത്തിക്ക് മുമ്പായതുകൊണ്ട് ആരും കാണത്തില്ല, സെക്യൂരിറ്റി മാത്രമേ കാണത്തുള്ളൂ, ഞാൻ സെക്യൂരിറ്റി മാത്രമേ കാണത്തുള്ളൂ. 1-2 ഡിവോട്ടി വരും, അവർ ജപിക്കാനാണ് വരുന്നത്, അവർ ജപിച്ചിട്ട് പോകും. 99.9% സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി കൊടുത്തേ പറ്റൂ. ഇപ്പൊ ഒരു പുതിയ ഡിവോട്ടി വരികയാണ്, അമ്പലം എത്ര മണിക്കാണ് തുറക്കുന്നത് പറഞ്ഞാൽ 10 മണിക്കാന്ന് പറയും, അല്ലെങ്കിൽ 8 മണിക്കാന്ന് പറയും. അല്ലെങ്കിൽ ഒരു സീനിയർ ഡിവോട്ടി വന്നിട്ട് ഈ സേവയെ നാളിനെ കണ്ടെന്ന് ചോദിച്ചാൽ പറയും, കണ്ടില്ല എന്ന് പറയില്ല, കണ്ടെന്ന് പറയും. അതൊക്കെ ഓക്കെ. പക്ഷെ ഇതല്ല, നമ്മൾ മാല പിടിച്ചിട്ട് ചേച്ചി അറിഞ്ഞില്ലേ, പിന്നെ അരമണിക്കൂർ അവിടെയായി. അപ്പൊ നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ എല്ലാം കൃഷ്ണഭക്തിക്ക് വേണ്ടി വിനിയോഗിക്കണം. അപ്പൊ നമ്മളുടെ ഈ ഗോസിപ്പുകൾ ഇല്ലാതാക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാതിരിക്കുക, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ ഭക്തിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭക്തിയിൽ തീവ്രത വരും. അതുപോലെ നമ്മുടെ വൈഷ്ണവ നിന്ദ രണ്ടാമത്തെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ടൈം മാനേജ്മെന്റ് ആയിരുന്നു, രണ്ടാമത്തെ ജപമായിരുന്നു. ഈ ജപത്തിന് ഇനിയും ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ആ സമയം കിട്ടണം പറയാം. വൈഷ്ണവ നിന്ദ, അത് നമ്മളെ പിടിച്ച് പുറമോട്ട് വിളിക്കും ഭക്തിയിൽ. അതായത് വൈഷ്ണവ നിന്ദയ്ക്ക് ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു തന്നു, അൽഫോൺസോ മാങ്ങയുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ആരെങ്കിലും പറ, ഞാൻ പറഞ്ഞതാണുള്ളത്. മാങ്ങയിൽ എന്തെങ്കിലും കറുത്ത പാടും നമ്മൾ എന്താ ചെയ്യുന്നത്. അത് വൈഷ്ണവ നിന്ദ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വൈഷ്ണവ അപരാധം എന്ന് വിചാരിച്ചിരിക്കുന്നത് ആരെയെങ്കിലും ചീത്ത വിളിക്കുക, ദേഷ്യപ്പെടുക, അടിക്കുക, മാന്തുക, പിച്ച്, ഇതാണ് വൈഷ്ണവരാധം. അല്ല, ഏതെങ്കിലും ഒരു വൈഷ്ണവന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ത് പ്രവൃത്തിയും വൈഷ്ണവരാധമാണ്. അത് മാനസികമായിട്ടായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്. ഭക്തിയുടെ ഏറ്റവും വലിയ സ്പീഡ് ബ്രേക്കർ വൈഷ്ണവ നിന്ദയാണ്. ഭഗവാനെ നിന്ദിച്ചാൽ ഒരു പക്ഷേ ഭഗവാൻ ക്ഷമിക്കും, വൈഷ്ണവ നിന്ദ ശ്രമിക്കില്ല. ചൈതന്യ മഹാപ്രഭു പ്രകാശലീലയിൽ എല്ലാവർക്കും കൃപ കൊടുത്തപ്പോ സജിമാതയ്ക്ക് മാത്രം കൊടുത്തില്ല, സ്വന്തം അമ്മയ്ക്ക് മാത്രം കൊടുത്തില്ല. അപ്പൊ ചോദിക്കുന്നുണ്ട്, അദ്വൈതാചാര്യാണോ? അല്ലല്ല, സനാതൻ ഗോസ്വാമിയാണോ? അതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സജിമാതയ്ക്ക് മാത്രം അങ്ങ് കൃപ കൊടുത്തു. എന്താ മറുപടി പറഞ്ഞ? അദ്വൈതാചാര്യയുടെ അഗെയിൻസ്റ്റ് എന്റെ അമ്മ അപരാധം ചെയ്തു. സ്വന്തം അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ എവിടെയാ? അത് ചെയ്ത അപരാധം എന്തുവാ? ഒരു മോൻ സന്യസിക്കാൻ പോയി, മൂത്ത മോൻ. ഈ മോനെ കൂടെ ഭക്തിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ആ മോനെ സന്യസിക്കാൻ പോയത് അദ്വൈതാചാര്യയുടെ കാരണം കൊണ്ടാണ്.
കാരണക്കാരൻ അദ്ദേഹമാണെന്ന് മനസ്സിലൊന്ന് വിചാരിച്ചതേ ഉള്ളൂ. അതായിട്ട് മാറ്റി ഭഗവാൻ. എന്തിനാണ് മാറ്റിയത്? നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വൈഷ്ണവ നിന്ദ, വൈഷ്ണവരത് എത്രമാത്രം ഭഗവാൻ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അവസാനം അദ്വൈതാചാര്യ ദണ്ഡവത് ചെയ്ത സമയത്ത് കാലിലെ ഡസ്റ്റ് എടുത്ത് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഭഗവാൻ കൃപ കൊടുത്തത്. ഒരിക്കലും വൈഷ്ണവ നിന്ദ പാടില്ല. നമുക്ക് പറ്റുന്ന അബദ്ധം എന്താ? നമ്മള് ബാക്കിയുള്ളവർ നമ്മളോട് പെരുമാറുമ്പം നമ്മൾ ചെയ്യുന്ന ഇവരെല്ലാം പ്യുവർ ഡിവോട്ടീസ് ആണ്, അവർ അതേ രീതിയിൽ നമ്മളോട് പെരുമാറും. നമ്മൾ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ സ്ട്രഗ്ലിംഗ് സാധകാസ്, നമ്മൾ പ്യുവർ അല്ല. പിന്നെ പല കാരണം പറയും, കലികാലമല്ലയോ, അല്ലെ മായയാണ്, അതാണ് ഇതൊക്കെ. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഗിവ് യുവർ ബെസ്റ്റ്. ഇന്നത്തെ ഒരു കഥ ഞാൻ പറയാം. ഞാൻ ആരോട് ഇവിടെ ആർക്കും ഇതോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പൂ മാർക്കറ്റ് ഉണ്ട്, ഭവാനി പൂ വാങ്ങിച്ചിട്ട് വരാൻ പോകും. അവിടെ ഈ ജണ്ടു ഇല്ല, എന്താ ജമന്തി, അത് ക്യാരറ്റ് കണക്കിന് വളരെ വില കുറച്ച് കിട്ടും. അപ്പൊ ഈ പൂവിന്റെ ഇൻചാർജ് വാങ്ങിക്കാൻ ഓരോരുത്തർ പോവും. ആ ഇൻചാർജ് പ്രഭു പറയും ഒരു ക്യാരറ്റ് വാങ്ങിച്ചിട്ട് വരാൻ പറയും. ഈ ക്യാരറ്റ് 3 ദിവസം ഭഗവാൻ ഓഫർ ചെയ്യും. കാരണം ഇവിടെ ഓഫർ ചെയ്യാനായിട്ട് രാവിലെ ദർശന സമയത്ത് എങ്ങനെയായാലും ഒരു 60-70 നോർമൽ ഡേ കാണും, വർക്കിംഗ് ഡേ ആണെങ്കിൽ 150-200 ആൾക്കാർ കാണും. ഇത് 3 ദിവസം ഓടും, വളരെ വിലക്കുറവാണ്. ഇതാണ് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ പൂ ഓഫർ ചെയ്തപ്പോൾ ആ പൂവിന്റെ അതലെല്ലാം കറുത്ത്. ഒരു ദിവസം പ്രഭുപാദിന്റെ മൂക്കിന്റെ ഉള്ളിൽ പുഴുവിനെ കണ്ട് ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം ഈ ജമന്തിക ഇഷ്ടം പോലെ മഴ സമയത്തൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ പിന്നെ പുഴു കാണും. അപ്പൊ എനിക്കങ്ങ് ഭയങ്കര വിഷമം. ഭഗവാൻ ഇത്രയും പഴകിയ പൂ എങ്ങനെ ഓഫർ ചെയ്യുന്നത്? എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പിൾ കമ്മിറ്റിയോട് പറഞ്ഞിട്ട് കാര്യം, അവര് സാമ്പത്തിക ഇത് നോക്കുന്നതായിരിക്കും. അത് പറയാനുള്ള അധികാരം എനിക്കില്ല. ഞാൻ ചോദിച്ചു, ഈ ഭഗവാൻ ഓഫർ ചെയ്യാൻ എത്ര കിലോ പൂ വേണം ദിവസം? 1 കിലോ പൂവിന്റെ ദിവസം നോക്കും, സൺഡേ 2 കിലോ പൂ. 1 കിലോ പൂവിന് നല്ല പൂവ്, അതായത് പലതരത്തിലുള്ള ഈ അതിന്റെ പേരൊക്കെ മാസ്റ്റർ, അങ്ങനെയൊക്കെ പൂവുകളുണ്ട്. നിശാഗന്ധി, ആസ്റ്റർ, റോസാപ്പൂ, ഇതൊക്കെ 1 കിലോ വേണം 100 രൂപ 200 രൂപയ്ക്ക് കിട്ടും. മാസം കൂടിയത് 5000-6000 രൂപ ആകത്തുള്ളൂ. എന്തുകൊണ്ട് ഞാൻ ഇത് സ്പോൺസർ ചെയ്യും? ഇവരുടെ ഭഗവാൻ നല്ല പൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൂ ഓഫർ ചെയ്യണമുണ്ടോ? ഞാൻ ടെമ്പിൾ പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെയാണ്. അവൻ ഓക്കെ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് കൊണ്ട് ഇന്നലത്തെ പൂവാണ് ഇന്ന് വന്നത്. അതായത് ഇന്നലത്തെ പൂ അധികം വരുന്നത്. പൂ നല്ലതാണ്, പക്ഷെ പൂ പഴകിയതായിരുന്നു. അപ്പൊ ആ ഇൻചാർജിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പൈസ സ്പോൺസർ ചെയ്തു, എന്തുകൊണ്ട് ഫ്രഷ് പൂ വാങ്ങിച്ചുകൂടാ? പുള്ളി പറഞ്ഞു ഇന്നലത്തെ പൂ കുറച്ച് അധികം വന്നു, അതെന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഓഫർ ചെയ്യാൻ പറഞ്ഞു. അധികം വരുന്ന കളയാനുള്ളതാണ്, പിന്നെ ഞാൻ പൈസ സ്പോൺസർ ചെയ്ത് അതിനു വേണ്ടിയല്ലല്ലോ. അവന് ഫ്രഷ് പൂ എടുക്കണം, ജമന്തി ഒഴിച്ച് ബാക്കിയുള്ള പൂ, ജണ്ടു ഒഴിച്ച് ബാക്കിയുള്ള പൂ അവൻ ഓഫർ ചെയ്യാൻ വേണ്ടിയാണ്. പുള്ളി പറഞ്ഞു അത് പറ്റത്തില്ല, ആ പൂ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ടെമ്പിൾ പ്രസിഡന്റ് സംസാരിക്കാം. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്തായാലും പറയാം ടെമ്പിൾ. ഇപ്പൊ ഞാൻ നാളെ പറയാ പ്രസാദ ശരീരം പറഞ്ഞാൽ നിങ്ങൾ കുക്കിങ്ങിന്റെ പിന്നെ അതിന്റെ ഇത് അങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഉത്തരവാദിത്തമുള്ളവരത് എത്ര ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ എന്തോ എനിക്കത് പിന്നെ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ആ വോയിസ് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇന്ന് ഞാൻ രാവിലെ ഈ ദർശനാർത്ഥിയും ഭാഗവത്തിന് ഇടയ്ക്കുള്ള സമയത്ത് ആരും ജപിക്കാറുണ്ട്. അതായത് ആ കീർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുവാർത്തി സമയത്ത് എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ല, കാല് ഉയർത്തണം. അപ്പൊ ഞാൻ വെളിയിൽ ജപിക്കാം. അപ്പൊ പുള്ളി അതിനൊപ്പം ഞാൻ വിളിച്ചു. ഞാൻ കൈ തൊഴുത്ത് പറഞ്ഞു, സോറി പ്രഭു, എനിക്ക് തെറ്റുപറ്റി, യു ആർ റൈറ്റ്, നിങ്ങളാണ് ശരി, ആദ്യം വരുന്ന നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചിന്തിച്ചപ്പോൾ നിങ്ങളാണ് ശരിയെന്ന് എനിക്ക് തോന്നി, എന്നോട് ക്ഷമിക്കണം, എന്നോട് നീരസം തോന്നരുത്, നിങ്ങൾ ജമന്തി വാങ്ങിക്കാതിരുന്നാൽ മാത്രം മതി, ഇടയ്ക്ക് ഇന്നത്തെ പൂ അധികം അതിന് ഓഫർ ചെയ്തോ കുഴപ്പമില്ല. പുള്ളിക്ക് എന്തോ സന്തോഷമായി, എനിക്കും എന്തൊരു സന്തോഷമായി. എന്റെ എന്തെങ്കിലും നീളം കുറഞ്ഞു, വണ്ണം കുറഞ്ഞു, ഞാൻ ഇത്ര ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തിനാ ഇതെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമുക്ക് തെറ്റുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറുതാകുക, നമ്മുടെ ഈഗോയെ നമ്മൾ വലിച്ചു കീറുക. നമുക്ക് ഈഗോ അല്ല മുഖ്യം, നമ്മുടെ ഭക്തിയാണ് നമുക്ക് മുഖ്യം. ഈഗോ നമ്മുടെ ഗോലകവൃന്ദാവനത്തിൽ കൊണ്ടുപോകത്തില്ല, ഭക്തി ഗോലകവൃന്ദാവനത്തിൽ കൊണ്ടുപോകും. ക്രോധം ഗോലകവൃന്ദാവനത്തിൽ കൊണ്ടുപോകത്തില്ല, ഭഗവാന്റെ നാമം നമ്മളെ ഗോലകവൃന്ദാവനത്തിൽ കൊണ്ടുപോകും. നാച്ചുറലി നമ്മൾ ചിലപ്പോൾ ചില അവസ്ഥയിൽ ദേഷ്യപ്പെട്ടിരിക്കാം, പെടും, ചിലപ്പോൾ സംസാരത്തിന്റെ ശബ്ദത്തിന്റെ കാഠിന്യം കുറച്ച് കൂടും. അവിടെ പ്രായം നോക്കരുത്, ഭക്തിയിൽ ആ വ്യക്തി എപ്പോ വന്നു എന്ന് നോക്കരുത്. നേരെ വിളിച്ചവരെ മാതാജി അല്ലെ പ്രഭുജി സോറി എനിക്ക് തെറ്റുപറ്റി, യു ആർ റൈറ്റ്, then കൃഷ്ണ വിൽ ബി ഹാപ്പി. അപ്പൊ ഭക്തിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ
തീവ്രതമായിട്ട് നോക്കുമ്പോൾ, ശരിയായ രീതിയിൽ നോക്കി അതിനെ റെക്ടിഫൈ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇതെല്ലാം ഭക്തിയിലെ സ്പീഡ് ബ്രേക്കേഴ്സ് ആണ്. അതുപോലെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, ജപത്തിന്റെ നമ്പര് കൂട്ടുന്നതല്ല തീവ്രത, ക്വാണ്ടിറ്റി കൂട്ടുന്നതല്ല തീവ്രത, ക്വാളിറ്റി കൂട്ടുന്നതാണ് തീവ്രത. ക്വാണ്ടിറ്റി ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞത്, പക്ഷെ ശ്രദ്ധയോടും ഭക്തിയോടും ജപിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കണം. ക്വാണ്ടിറ്റി കൂട്ടിയില്ലെങ്കിൽ ശരി, എന്നുവെച്ചാൽ കൂട്ടണം, കൂട്ടണം. അതിന്റെ നമ്മുടെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ ജീവിതം അനുസരിച്ച് നമ്മൾ അതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പക്ഷെ മുഖ്യമായിട്ട് നമ്മുടെ ലക്ഷ്യം തീവ്രത വരുത്താനാണ്. രണ്ടാമത്തെ മുഖ്യ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഷ്യൻസ് വേണം, ക്ഷമ. ഞാൻ ജപിച്ചിട്ട് എനിക്ക് ടേസ്റ്റ് വല്ല വായിക്കാൻ തോന്നില്ല, നോ. ഇതൊരു വളരെ ലോങ് പ്രോസസ്സാണ്. വളരെ 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 പതുക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരു ദിവസം കൊണ്ടല്ല റോം ഉണ്ടായത്. റോം വാസ് നോട്ട് ബിൽറ്റ് ഓൺ എ ഡേ എന്ന് പറയും. റോമ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ദിവസം കൊണ്ട്. അതുപോലെ നമ്മുടെ ഭക്തിയുടെ സാമ്രാജ്യം നമുക്ക് കെട്ടിപ്പടുത്തുമ്പോൾ ചിലപ്പോൾ ജന്മങ്ങളെടുക്കാം, ചിലപ്പോൾ വർഷങ്ങളെടുക്കാം. 2 കാര്യങ്ങളിനെ ആശ്രയിച്ചാണത്. ഒന്ന് നമ്മളുടെ പ്രയാസം, നമ്മുടെ എഫർട്ട്, തീവ്രമായ ആഗ്രഹം. 2 ഭഗവാന്റെ കൃപ. അത് എപ്പം ആർക്ക് എവിടെ എങ്ങനെ കിട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് ഭഗവാന്റെ ഇഷ്ടമാണ്. അതിനകത്ത് ഒരുപാട് നമ്മളുടെ സൂക്ഷ്മമായ മനസ്സിന്റെ ഹൃദയത്തിനുള്ള വികാരങ്ങളെയൊക്കെ ഭഗവാൻ അറിയാൻ പറ്റും, നമുക്ക് പോലും അറിയാൻ പറ്റാത്തത്. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് കൃപ കിട്ടുന്നത്. ആ കൃപയും നമ്മളുടെ തീവ്രമായ ആഗ്രഹവും നിശ്ചയദാർഢ്യവും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഭക്തിയിൽ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ. ഞാൻ എപ്പോഴും പറയാനുള്ള സോല് തത്തെ അനുകമ്പാം സുസമീക്ഷമാണോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ക്ഷമയോടെ കാത്തിരിക്കണം, കൂടുതൽ 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 വീണ്ടും പ്രയാസപ്പെടണം. ശ്രീല പ്രഭുവാന്റെക്ക് ഏതെല്ലാം പ്രോബ്ലമായിട്ട് ആരെല്ലാം പോയിട്ടുണ്ട്, ഭൗതികമായിക്കോട്ടെ ആധ്യാത്മികമായിട്ട്. പ്രഭു എന്തായാലും പറഞ്ഞത് ഒരേ ഒരു സെന്റൻസ്, ചാന്റ് മോർ. പ്രഭു എനിക്ക് ജപിക്കാൻ തോന്നുന്നില്ല, ചാന്റ് മോർ. പ്രഭു എനിക്ക് ജപത്തിൽ ടേസ്റ്റ് വരുന്നില്ല, ചാന്റ് മോർ. ആ മോറിനകത്ത് 2 അർത്ഥമുണ്ട്. മോർ കൂടുതൽ തീവ്രം, കൂടുതൽ എണ്ണം. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാൻ ശ്രമിക്കുക. ഞാൻ ഇന്ന് തീർക്കണം വിചാരിച്ച, പക്ഷേ ഞാൻ എഴുതിയ നോട്ടിലോട്ട് പോലും കടക്കാൻ പറ്റിയില്ല. അപ്പൊ മാതാജി അടുത്ത ആഴ്ച പാർട്ട് 3 നമുക്ക് തീർക്കാൻ നോക്കാം. എനിക്കറിയില്ല തീരുമെന്ന്, കാരണം ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്ക് കേട്ടാൻ തോന്നിയത്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ കമന്റോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയുക. ഹരേ കൃഷ്ണ. ആർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. നാരത്തം പ്രഭു, മേ ഐ ഹാവ് യുവർ പെർമിഷൻ? എന്റെ പ്രഭു, എന്റെ പെർമിഷൻ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? യു ആർ സീനിയർ വൈഷ്ണവ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പാർട്ട് 3. ഹരേ കൃഷ്ണ. ശരി പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരിബോൾ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയുന്നതില് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ മനസ്സിലാകത്തുണ്ടെങ്കിലും ദയവായി ചോദിക്കണം. അതുപോലെ എന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരൊന്നും വെട്ടുന്നില്ല, എല്ലാവരും പിണങ്ങിയാന്നിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിണങ്ങി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.